വെൽക്കം ടു കിച്ചൺ ഡയറീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു പിസ്സ സോസാണ്. ഇത് നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു ഹോം മെയ്ഡ് പിസ്സ സോസ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത, ഇത് ആരോഗ്യത്തിനും നല്ലതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട്. 2 സവാള, 3 ടൊമാറ്റോ, ഒരു ക്യാപ്സിക്കം കുരുകളഞ്ഞെടുത്തത്, ഒരു തുടം വെളുത്തുള്ളി സ്കിൻ റിമൂവ് ചെയ്തെടുത്തത്, ഒലിവ് ഓയിൽ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഗാർലിക് ചോപ്പ് ചെയ്തത്, ഷുഗർ, സാൾട്ട്. ഒരു കുക്കറിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചേർക്കാം. ഒനിയൻ വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നത്, കാരണം ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതാണ്. വെളുത്തുള്ളി കട്ട് ചെയ്യാതെ അതേപടി തന്നെ ഞാൻ ചേർത്തിരിക്കുന്നത്. ടൊമാറ്റോ ക്രോസായി കട്ട് ചെയ്തെടുക്കുക. ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി. ക്രോസായി കട്ട് ചെയ്യുന്നത് ഇത് കുക്കായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യേണ്ടതാണ്. അതിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസായി കട്ട് ചെയ്യുന്നത്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ കുക്കറിൽ അടുപ്പിൽ വയ്ക്കുക. ഇപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഈ ചൂടോടെ തന്നെയാണ് ഞാനിപ്പോൾ സ്കിൻ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അത് തണിഞ്ഞതിന് ശേഷം മാത്രം റിമൂവ് ചെയ്താൽ മതി, കാരണം അതാണ് നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ സൗകര്യം. സ്കിന്നെല്ലാം നന്നായി റിമൂവ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കുക്ക് ചെയ്തതിൻ്റെ ഇതിനകത്തേക്ക് ചേർക്കുക. ബാക്കിയുള്ള വെള്ളം മാറ്റി വയ്ക്കുക. ഇപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാൻ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ചേർക്കുക. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും റിഫൈൻ ഓയിൽ യൂസ് ചെയ്താൽ മതി. കോക്കനട്ട് ഓയിൽ നമ്മളിതിന് യൂസ് ചെയ്യില്ല. ഇതിലേക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കുക. കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ പുറത്തേക്കൊന്നും തെറിക്കാതെ നിങ്ങൾക്ക് ചെറിയ ഫ്ലെയിമിൽ പാകമാക്കിയെടുക്കാം. ഇതൊന്ന് വെള്ളം കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടി ചേർക്കുക. നിങ്ങൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്തേക്കൊന്നും തെറിക്കാൻ പാടില്ല, കാരണം ഇത് ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ പുറത്തേക്ക് നന്നായി തെറിക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇത് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ പുളിരസത്തിന് വേണ്ടിയിട്ടാണ്, ഇത് ഓപ്ഷണൽ ആണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി പിസ്സ സോസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.